പിന്നെ അതേപോലെ നമ്മളെ ഈ സർവീസ് റോഡ് 1 വേ അല്ല 2 വേ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് വാഹനം കയറി വരുമ്പോൾ അവനോട് മസിൽ പിടിച്ച് നീ എന്താടാ ഇതിലെ കയറി വരുന്നു എന്ന് മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല. അത് 2 വേ ആണ്. പ്രാദേശികമായിട്ടുള്ള ആ വാഹനങ്ങളായിരിക്കും ഓടുന്നുണ്ടാവുക എന്നൊരു ചെറിയൊരു പരിഗണന കൊടുത്തേക്ക്. അങ്ങനെയാണ് നമുക്ക് ഏറ്റവും അവസാനമായി കിട്ടിയ ഒരു അപ്ഡേറ്റ്സ്. 2 വേ ആണ്. വേണ്ടാത്തടത്ത് മസിൽ പിടിക്കരുത് എന്നർത്ഥം. ഞാനും നിങ്ങളും എല്ലാവരും. നമ്മളെ മുഖപൂര് നല്ല 1-ാം നമ്പർ ക്യാമറ ഉണ്ട്. സ്പീഡ് ട്രാക്ക് ചെയ്യുന്ന ക്യാമറ. മാളിക്കടവ് എത്തുന്ന തൊട്ട് മുന്നേ ഒരു ചങ്ങായി ആ ട്യൂബുലാർ മാർക്കിനുള്ളിലൂടെ എക്സിറ്റ് ഭാഗത്തൂടെ അതിൻ്റെ ഗ്യാപ്പിലൂടെ ഒരു എൻ്റർ ചെയ്ത ഒരു ബൈക്കാരനാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താ അല്ലേ, അതിൻ്റെ മുന്നിൽ ആ കാറ് കാരണം അവനും ഒട്ടും കുറവില്ല. അവനും ആ എക്സിറ്റിലൂടെ എൻ്റർ ചെയ്ത വിദ്വാനാണ്. ഇവിടെ കണ്ടോ ബോർഡ് കണ്ടോ വലിയ നോ മൊബൈൽ വൈൽ ഡ്രൈവിംഗ്, യൂസ് ഇൻഡിക്കേറ്റർ ഫോർ വൈൽ ട്രാക്ക് ചേഞ്ചിങ്. അതായത് നമ്മൾ ഈ ട്രാക്കിലൂടെ പോകുമ്പോൾ സെക്കൻഡ് ട്രാക്കിലേക്ക് മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് മാറണം എന്നാണ് വളരെ കൃത്യമായിട്ടുള്ള ബോർഡ് വെച്ചത്. അപ്പോൾ അതൊക്കെ എല്ലാ ബൈക്കുകാർക്കും കാറുകാരനും ട്രക്കുകാരനും എല്ലാ വാഹനത്തിനും ബാധകമാണ്. നമ്മളെ മലാപ്പറമ്പ് മാനാഞ്ചിറ ബൈപ്പാസിൽ രാവിലെ ആയാൽ അതിമാരകമായ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പം ഈ ബൈപ്പാസ് 4 വരിയിലേക്ക് മാറ്റുന്നുണ്ട്. 4 വരിയിലേക്ക് ഉള്ള റോഡിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ അക്വയർ ചെയ്ത് പ്രദേശത്തുള്ള ബിൽഡിങ്ങുകളും മറ്റും മരങ്ങൾ മുറിച്ച് മാറ്റി, ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ എടുത്ത് മാറ്റി, അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ അസഹനീയമായ ബ്ലോക്കാണ് രാവിലെ. കാരണം ഓഫീസ് ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വാഹനങ്ങൾ നിരന്തരം രാവിലെ, പ്രൈവറ്റ് വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും. നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ താൽക്കാലികം 2 വേ ആക്കിയതാണ്. പുതിയ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ അപകടമില്ലാതിരിക്കാൻ. കാരണം 6 വരിയിൽ നേരെ ഇവിടെ എത്തുമ്പോൾ റോഡ് ഡൈവേർഷൻ ആവുകയാണ്, 3 വരിയിലേക്ക് 2 വേ ആവുകയാണ്. അപ്പോൾ ചുരുങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് വരുമ്പോൾ തട്ടാനോ ഇതൊക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് 1 വേ ആക്കിയതാണ്. ആയിട്ട് വാഹനങ്ങളിവിടെ ഫസ്റ്റ് ട്രാക്കിൽ പാർക്ക് ചെയ്യുന്നൊരു ശീലമുണ്ട്. നമ്മളെ കോരപ്പുഴ കഴിഞ്ഞ പാട് അത് കാരണം റോഡ് ക്രോസ് ചെയ്യുന്നതും ആളുകൾക്ക് ആ വാഹനത്തിൻ്റെ പിറകിലൂടെ വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എൻട്രി 500 കിലോമീറ്റർ അല്ല 500 മീറ്റർ എന്നുള്ള ബോർഡ് ഉണ്ടോ. അതായത് 500 മീറ്റർ കഴിഞ്ഞാൽ എൻട്രി ഉണ്ട്. ആ എൻട്രിയിലൂടെ വാഹനങ്ങൾ കയറി വരും. അതിലൂടെ എക്സിറ്റ് അടിക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ വാഹനങ്ങളൊന്ന് ശ്രദ്ധിക്കണം, സ്പീഡ് കുറക്കണം, എൻട്രിയിലൂടെ വാഹനങ്ങൾ വരുന്നത് പരിഗണിക്കണം എന്നൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബോർഡ് വെച്ചത്. അവിടെ നോ യൂ ടേൺ എന്ന് വളരെ കൃത്യമായിട്ട് ഒരു സിഗ്നലും കൊടുത്തിട്ടുണ്ട്. എന്നാലും യൂ ടേൺ അടിക്കും. ഇവിടെ പാർക്കിംഗ് നോ പാർക്കിംഗ് പോലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ചുവട്ടിൽ പാർക്ക് ചെയ്യും. റോഡിലൂടെ കയറുന്നതിന് മുന്നേ ആദ്യം ബോധവൽക്കരണ ക്ലാസ്, 6 വരിയിലൂടെ യാത്ര ചെയ്യുന്നതിന് മുന്നേ ബോധവൽക്കരണ ക്ലാസ് ആളുകൾക്ക് കൊടുക്കണം. പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ വാർഡ് അടിസ്ഥാനത്തിലോ മുനിസിപ്പൽ അടിസ്ഥാനത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ എക്സിറ്റ് അല്ല, ഈ എക്സിറ്റാണ്. ഈ എക്സിറ്റിലൂടെ എൻട്രി ചെയ്ത് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇതിനെപ്പോലെയുള്ള ഒരാളെ കണ്ടില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല.
അതാണ് ഉദ്ദേശിച്ചത്. നമ്മളെ പുറക്കാട്ടേരി പാലത്തിൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ മുകളിലുള്ള റോഡ് ഡൈവേർഷനാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ 6 വരി പെട്ടെന്ന് 3 വരിയിലേക്ക് ചുരുങ്ങുകയാണ്. അപ്പോൾ പുറക്കാട്ടേരി പുതിയ പാലം 2 വേ ആണ്. അപ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് 1 വേ ആണെന്ന് കരുതി വരുന്ന, നമ്മൾ കോഴിക്കോട് ഭാഗത്ത് 1 വേ ആണെന്ന് കരുതി വരുന്ന വാഹനങ്ങൾ 3ാമത്തെ ട്രാക്കിലൂടെയൊക്കെ സ്പീഡിൽ വരാമെന്ന് അപകടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും റോഡ് ഡൈവേർഷൻ ചെയ്ത് ചെറിയ ട്യൂബുലാർ മാർക്കുകളൊക്കെ വെച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ 6 വരി തന്നെയാണ്. പാലത്തിൻ്റെ പണി കഴിയാത്തത് കൊണ്ടാണ് അവിടെ 3 വരി 2 വേ ആക്കിയത്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.